ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രീം ബണ്ണ് തയ്യാറാക്കലട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയുള്ളതാണ്, നല്ല രുചികരമായൊരു ബണ്ണാണ് കേട്ടോ അത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോലെ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് പാൽ തിളച്ചതാണ്, ചെറിയ ചൂടോട് കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കേട്ടോ. ഇനി അതിൽ നമുക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് എന്ന് വെച്ചാൽ 250 ml ഒരു കപ്പിലൊരു കപ്പ് മൈദ ആദ്യം ചേർത്തു കേട്ടോ. ആ മൈദ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് അതിൽ മിക്സാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മൈദയും പാലും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു കേട്ടോ. എന്നിട്ട് അതും എല്ലാം കൂടിയിട്ട് പഞ്ചസാരയും മൈദയൊക്കെ കൂടിയിട്ട് നന്നായി കൂട്ടി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. കട്ടില്ലാതെ കിട്ടണം, അപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ കൂടി ചേർത്തു കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് മൈദ ചേർത്തു, ഉപ്പ് ആവശ്യത്തിന് ചേർത്തു, കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടു കേട്ടോ. 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏത് ഓയിലും കുഴപ്പമില്ല കേട്ടോ. 2 ടീസ്പൂണോളം ഓയിലോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലൊരു 1/2 കപ്പ് പാലൊഴിച്ച കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കേട്ടോ. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ കട്ടകളൊക്കെ നന്നായി ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഒരുവിധം ബീറ്റ് ചെയ്ത് നല്ല കട്ടി ആവശ്യത്തിനുള്ള വെള്ളം പാകമൊക്കെ ആയിട്ട് ഇനി നമുക്കത് 10 മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ. പിന്നെ എപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ക്രീം ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഒരു ബട്ടർ പീസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ബട്ടർ ഉണ്ടായിരുന്നു, ഉപ്പില്ലാത്ത ബട്ടറില്ലേ നല്ല. അപ്പോൾ ബട്ടർ നല്ല മെൽറ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പാൽപ്പൊടി 1/2 കപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പാൽപ്പൊടി ചേർത്തു. എന്നിട്ട് നന്നായി മിക്സാക്കി ഇളക്കിയെടുക്കുക. അധികം വെള്ളമാവാതിരിക്കണം കേട്ടോ, കട്ടിയിലിരിക്കണം. ഉള്ളിൽ വയ്ക്കാനുള്ള ക്രീമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കും. ഇനി പഞ്ചസാര ചേർക്കണം കേട്ടോ മധുരത്തിന്. 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് എന്നിട്ട് കൂടി മിക്സാക്കി ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ പാൽപ്പൊടി ഇട്ടപ്പോൾ ഒത്തിരി കട്ടി പോലെ തോന്നിയിട്ട് അപ്പോൾ ഒരു തുള്ളി ഇപ്പോൾ തിളപ്പിച്ചാറിയ പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി എല്ലാതും ഒന്ന് ഇളക്കി കൂട്ടി ഒഴിച്ച് നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് കട്ടി വേണ്ട, കാരണം ബീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. നല്ല കട്ടിയിലിരിക്കണ്ട, അല്ലെങ്കിൽ ഒലിച്ച് കൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വയ്ക്കുമ്പോൾ അത് കാരണം 1 ടീസ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി നല്ല യോജിച്ചെടുക്കണം കേട്ടോ. നല്ല മാതിരി ഇളക്കി യോജിച്ച് ഇങ്ങനെ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഒരുവിധം മിക്സായിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ പൊടിച്ച പഞ്ചസാര 3-4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 4 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്നുകൂടിയും മിക്സാക്കി ഇളക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഫില്ലിങ് ഒരുവിധം ശരിയായിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വയ്ക്കാണ്ട് നമ്മൾ ആദ്യം കലക്കി വെച്ച മാവുണ്ടല്ലോ, അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ അത് മാവൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കാൻ നോക്കാം. അതിൻ്റെ മാവിൻ്റെ ലൂസ് ഇത്രേ പാടുള്ളൂ കേട്ടോ. അങ്ങനെ കണ്ട ഇളക്കുമ്പോൾ കണ്ട അത്യാവശ്യം ഇതേ കട്ടിയിലെ പാടുള്ളൂ കേട്ടോ. അധികം കട്ടി പാടില്ല, അധികം ലൂസും പാടില്ല. അപ്പോൾ ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടിയിലായിട്ട് അത് തയ്യാറാക്കണം. ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ചൂടായപ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണുകളിൽ നമ്മൾ ഒരു കയ്യിലെടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുഴികളിൽ കണ്ട കുഴിയിലൊഴിക്കുമ്പോൾ തന്നെ പൊന്തി വരുന്നുണ്ട്. നല്ല മാതിരി സോഫ്റ്റായ സ്നാക്സ് കേട്ടോ അത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല വായിൽ ചലിഞ്ഞ് പോകുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്നാക്സാണ്. പിന്നെ അതിലത്തെ ആ ഫില്ലിങ്ങും അതെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ബട്ടറും പാൽപ്പൊടിയൊക്കെ ചേർത്തല്ലോ, നല്ല ഒരു രുചികരമായ സ്നാക്സ് അത്. അപ്പോൾ ആദ്യത്തെ ഒഴിച്ചൊക്കെ ഒന്ന് മറക്കാറായിട്ട് അപ്പോൾ അടിഭാഗം ഒന്ന് മറച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അടിഭാഗം മറ്റേതും അല്ലാതെ ഒന്ന് മറച്ച് കൊടുക്കാം നമുക്ക്. കണ്ട നല്ല പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടോ. തൊടുമ്പോൾ തന്നെ മറയ്ക്കാൻ തൊടുമ്പോൾ തന്നെ വലിയ അപ്പായി കിട്ടിയിട്ടുണ്ട് പൊന്തിയിട്ട്. കാരണം നല്ല കട്ടി കുറവ് കേട്ടോ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അത് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഇട്ടത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടോ നല്ല സോഫ്റ്റായി തൊടുമ്പോഴേക്കും കുത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി 2ാം ട്രിപ്പ് ഉള്ളത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരേ പാത്രം എടുത്തിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുക. ഒക്കെ പൊന്തി ഒഴിക്കുമ്പോഴേക്കും ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. ആ 2ാമത്തെ ചട്ടിയിലേക്ക് അങ്ങനെ ഓരോ കുഴികളിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിക്കുമ്പോൾ തന്നെ അത് പൊന്തി വേഗം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഒഴിച്ച് തീർക്കുക. അടിയിൽ അതിൻ്റെ ആദ്യമൊക്കെ ഒഴിച്ചതിൻ്റെ അടിഭാഗം വേഗം റെഡിയാവും കേട്ടോ. വേഗം നമ്മൾ ഒഴിച്ചു കൊടുക്കുക.
ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആട്ടോ അത്. നല്ല അലുവ പോലെ അരിഞ്ഞ് പോലെ തരത്തിലുള്ളൊരു സോഫ്റ്റായ സാധനം ബണ്ണ്. നല്ല ടേസ്റ്റുമില്ല അതിൻ്റെ ഫില്ലിങ്ങിനും പുറമേക്കുള്ളതിനും. പാലിലല്ലേ നമ്മൾ മൈദ ഇതൊക്കെ ചേർത്ത് പഞ്ചസാരയൊക്കെ ചേർത്തുള്ളത് കാരണം നല്ല ടേസ്റ്റ്. അതിപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം അത് ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ കീറട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് മുറിച്ചതിന് ശേഷം, മുഴുവൻ മുറിക്കണ്ട, ഇങ്ങനെ മുറിച്ചതിന് ശേഷം അതിൽ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി വെച്ചില്ലേ, ബട്ടറും പാൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പൊളിച്ചതിന് ശേഷം ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ട ഇതുപോലെ ക്രീം പോലെ ഇരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ട്. അത് കുട്ടി കഴിക്കുമ്പോൾ ഇവിടെ പലഹാരമാണെങ്കിൽ അതിലേറെ സോഫ്റ്റും. കണ്ട ഇങ്ങനെ 2 ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇങ്ങനെ അടച്ചു വയ്ക്കുക അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ആ മാവ് പുറത്തേക്ക് ഫില്ലിങ് പുറത്തേക്ക് ഇതൊക്കെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് 4 സൈഡിലേക്കും ഇങ്ങനെ പരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ എല്ലാ ബണ്ണും അതുപോലെ ഞാൻ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ക്രീം തേച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാ ബണ്ണും തേച്ച് കഴിഞ്ഞാൽ അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.